ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫയർ ബോ വെച്ചിട്ട് ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതൊരു സ്പേസറാണ്. നമ്മൾ ഈ ഒരു ബീഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് നമുക്ക് ബ്രേസ്ലെറ്റിലാണെങ്കിലും സ്പേസറായിട്ട് ഉപയോഗിക്കാം. നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു ഇതുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് വൈറ്റിന്റെ ഈ ഒരു ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു സ്റ്റാർ ബീഡ്സ് ആണ്. ഇതുണ്ടോ, ഓറഞ്ച് കളറിന്. പിന്നെ വരുന്നത് ഈ ഒരു ചെറിയ വൈറ്റിന്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലൂ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് വിട്ടുപോയി കേട്ടോ കാണിക്കാൻ. അപ്പോൾ നമുക്കിത് എൻഡ് ബീഡ്സ് ആണ്. എൻഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്, തുടക്കക്കാരായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മളിത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പേരാണ് എൻഡ് ടേപ്പ്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഓവൽ ഷേപ്പ് വരുന്ന ഈ ഒരു ബീഡ്സ് നമ്മൾ എൻഡ് ടേപ്പ് എന്ന് പറയും. നമുക്കിതുകൊണ്ട് മാലയൊക്കെയാണ് കൊടുക്കാൻ പറ്റും. നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ എൻഡ് ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബീഡ്സിന് അത്യാവശ്യം ഹോൾ ഉള്ളതാണ് ഉണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങും കിടന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറക്കാനും പറിച്ചെടുക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കും. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻഡ് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇടേണ്ട ബീഡ്സ് ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇതാണ്. കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ആദ്യം വൈറ്റ് ഇട്ടു, അതിനുശേഷം ഈ സ്പേസറിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡ്സ് ഇടുന്നുണ്ട്. അതിനുശേഷം അടുത്ത സ്പേസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൈ നിൽക്കുന്നില്ല കേട്ടോ, എല്ലാം തെറിച്ച് പോകണം. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിതുപോലെ ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാനോ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്യാനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇത് എങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരു ഡൗട്ടൊക്കെ അല്ല എല്ലാവർക്കും ഉണ്ടാകുന്നത്. എനിക്കും ഫസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ ഓരോ ബീഡ്സ് വെച്ചതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഏതാണെന്ന്. പക്ഷെ ബീഡ്സിൻ്റെ ഒക്കെ എനിക്കൊന്നും അത്രയും വരുന്നില്ല. അല്ലാതെ നമ്മൾ ഈ റിബണിൻ്റെ ഒക്കെ ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കുകയില്ല. അപ്പം അങ്ങനെയൊക്കെ അനുഭവമുള്ളവരൊക്കെയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണോ എന്നൊക്കെ ഒന്ന് അറിയാനോ. അപ്പം ഞാൻ ഇതെന്താ വെച്ചാൽ ഇത് ഇത്ര ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എളുപ്പമല്ലേ? ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പണി പെട്ടെന്ന് കഴിയും കേട്ടോ.
നമ്മൾ ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വെച്ചത് താമസം വരില്ല, ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഈ ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് ബൊബോ ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. നമുക്കിതൊക്കെ സെയിൽ ചെയ്യാനാണെങ്കിലും ഒരു അരമണിക്കൂറും കൊണ്ടൊക്കെ ഒരു 10 ബോയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം, നല്ല സ്പീഡായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമുക്ക് വിശ്വസിച്ച് തന്നെ കൊടുക്കാൻ പറ്റും. കാരണം നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കത് ഇഷ്ടപ്പെട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അതൊക്കെ പറയണം കേട്ടോ. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വിശദമായിട്ട് പറഞ്ഞു തരാനും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുക. പുതിയതായിട്ട് അതായത് ഈ ഒരു ബിസിനസ്, ഹെയർ ബാൻഡ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പിന്നെ ബോയൊക്കെ ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. തുടക്കക്കാർക്ക് എന്താണേലും സംശയങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യാൻ ഇങ്ങനെ ഓർഡറിന് ഓരോരുത്തർ നമുക്കിങ്ങനെ അയച്ചു തരുമല്ലോ. അപ്പോൾ എന്നോട് പറയുമ്പോൾ തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യുകയാണ്, അപ്പോൾ ഏതൊക്കെ ബീഡ്സ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെയൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ പറയുമ്പോൾ അത്രയും മനസ്സിലായാൽ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നോട് അവരുടെയൊക്കെ അഭിപ്രായങ്ങളായിരുന്നു. ഇതുപോലെ വീഡിയോയിൽ ചിലതിനകത്തൊക്കെ മ്യൂസിക് മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാം എടുത്തെടുത്ത് പറയുന്നത്. ചിലരൊക്കെ കാണുമ്പോൾ ഓർക്കും ഇത് ചെറിയ കാര്യമല്ലേ, എന്തിനാ ഇതിങ്ങനെ പറയുന്നതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് അറിയുന്നവരാണെങ്കിൽ ബീഡ്സ് ചെയ്തവർക്കാണെങ്കിൽ ഇത് എളുപ്പമാണ്. കാരണം ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ബോറടിക്കും. പക്ഷെ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. കാരണം അവര് ഫസ്റ്റ് ചെയ്യുമ്പോൾ അവര് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാകുമ്പോൾ അവർക്ക് അവരുടെ മൈൻഡിൽ ഏതായിരിക്കും പുതിയൊരു ഐഡിയ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല, ഇതിൽ ചിലപ്പം വേറൊരു കളർഫുള്ളായ ബീഡ്സും കൂടി ഇട്ട് ചെയ്താൽ എങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഓരോ ഐഡിയകളൊക്കെ പുതിയതായിട്ടുണ്ടായത് അതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഓരോ മോഡൽ കാണിക്കുമല്ലേ, അങ്ങനെയും പറയാം, മോഡൽ കാണിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, ഇതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ച് വേറൊരു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകതയാണ് അവർ കേട്ടോ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു പെട്ടെന്നൊരു ഐഡിയാസ് ഒക്കെ പെട്ടെന്നുണ്ടാകും. അല്ല, എൻ്റെ അനുഭവമാണ്. ഞാനിങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബിലും അങ്ങനെ ഹെയർ ബോ ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനേക്കാളും നമുക്ക് വേറെ രീതി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഹെയർ ബോ ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കും നല്ല ഐഡിയ ഉള്ള ആൾക്കാരാണ്. കാരണം സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ അതിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്കൊക്കെ നല്ല ഐഡിയ ഒക്കെ ആണല്ലോ, നല്ല രീതിയിൽ തന്നെ വെറൈറ്റി ആയിട്ട് ഒരു ഹെയർ ബോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്തായാലും നന്നായിട്ട് വിജയിക്കുന്ന ഒരു ബിസിനസ്സാണ്. അതായത് വലിയ ചിലവൊന്നും വരുന്നില്ല ഈ ഒരു ബിസിനസ്സിൽ. നമുക്കൊരു 250 അല്ല 500 രൂപയ്ക്കാണെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഒരു അരമണിക്കൂർ ഇതിനായിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഡ്രസ്സിനനുസരിച്ച് ഇപ്പോഴത്തെ എല്ലാം നമുക്ക് ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളല്ലേ ഇപ്പം, കൂടുതലായിട്ടും ആഘോഷങ്ങളെല്ലാവരും. പണ്ടൊക്കെ അത്രയും ഇല്ല, എന്നാൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹർത്താൽ വന്നാൽ അവർക്ക് ആഘോഷം അല്ലേ, എല്ലാവരും കൂടിയിരിക്കുന്നു. അതുപോലെ അവരാഘോഷിക്കാനായിട്ട് ഓരോ കാരണങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നവർ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആഘോഷങ്ങൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ വെറൈറ്റി ആയിട്ട് അവർ കാണുമ്പോൾ അവരെല്ലാവരും വാങ്ങിക്കും. പെൺപിള്ളേരുള്ള അമ്മമാർക്കൊക്കെ ഒരു
വാങ്ങിക്കാനും അതുപോലെ തന്നെ ഇതുപോലൊക്കെ ചെയ്യാനും ഒക്കെ അവർക്കൊരു മനസ്സുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവം വെച്ചാൽ എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പം നമ്മുടെ ആങ്ങളയുടെ മക്കളൊക്കെ പെൺപിള്ളേരാണ്. അപ്പം അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അയ്യോ എന്തോരം ഇഷ്ടമാണെന്നറിയാമോ, മഞ്ജു ആൻറ്റി ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. എങ്ങനെയാ മഞ്ജു ആൻറ്റി, പിന്നെ ഒത്തിരി സംശയങ്ങൾ, ഇത് എങ്ങനെയാ ചെയ്യുന്നത്, മഞ്ജു ആൻറ്റി എങ്ങനെ ഇത് പഠിച്ച്, ഇങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഇങ്ങനെ തലയിലൊക്കെ വെച്ച് നടക്കും, ഡാൻസൊക്കെ കളിക്കും, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷം. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ, കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സന്തോഷം, എന്നാൽ തന്നെ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ അവർക്കത് പറഞ്ഞറിയിക്കാത്ത രീതിയിൽ സന്തോഷം. അതൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷമല്ലേ. അതല്ലേ നമുക്ക് ആവശ്യം. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ് വലുത് ഈ ലോകത്തില്. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ സന്തോഷങ്ങളും അവരുടെ ചിരിയും ഒക്കെ കാണുമ്പോൾ എന്തോ രസം. അപ്പോൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ഓരോ ബീഡ് സെറ്റ് കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ. അപ്പം അതിന് ശേഷം ഞാൻ ഈ ഒരു ചെറിയ ബീഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ പറ്റുമോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു ബീഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റാർ ബീഡ്സ് ഇടുമല്ലേ. അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു സ്പേസ് അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വരും. അപ്പം അത് വരാതിരിക്കാനാണ് നമ്മൾ ചെറിയൊരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർ ബീഡ്സിൻ്റെ ഈ ഒരു ഇതുണ്ടോ കൂർത്തിരിക്കുന്ന ഒരു ഭാഗത്താണ് അതിൻ്റെ ഹോൾ വരുന്നത്. അതിൻ്റെ ഇപ്പുറവശത്ത് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ എന്താ ഈ ഒരു ഷേപ്പിലാണ് അടുത്ത ഹോൾ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇടല്ലേ, ഇങ്ങനെ ഇടാതെ ഇങ്ങനെ ഇടണം. മനസ്സിലായോ? ഇങ്ങനെ ഇട്ട് ഞാൻ ചെയ്ത് കാണിക്കും. പറയുന്നേക്കാളും നല്ലത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇടുകയാണെങ്കിൽ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇടുന്നത് കുറച്ചുകൂടി നല്ലതല്ലേ. ഞാൻ പക്ഷെ അത് നോക്കിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്പേസ് വരും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലല്ലാതെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ അവിടെ സ്പേസ് അധികം വരത്തില്ല. കണ്ടോ, സ്പേസ് വരാതെ നമുക്ക് ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് കുറച്ചൊരു സ്പേസ് കാണുമ്പോൾ ഒരു രസം തോന്നിയില്ല, എനിക്ക് അത്ര തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ തന്നെ. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ ആ ഫസ്റ്റ് ഇട്ട പോലെ തന്നെ അടുത്തത് ഇടുന്നേ, അല്ലെങ്കിൽ നമുക്ക് അവിടെയും ഭയങ്കര സ്പേസ് വരും. അത് വരാതിരിക്കാൻ വേണ്ടോ ഇങ്ങനെ ഇട്ട് പോകണം. കണ്ട അടുത്ത് വരും. ഇപ്പം തിരിച്ചിടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇത്രയും മാറി നിൽക്കും. അപ്പം അതൊരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇങ്ങനെ അടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് ഹെയർ ബോ ചെയ്ത് വരുന്നത്. പിന്നെ ഇതിനും അതെ, ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കും. കുട്ടികളൊക്കെ തല വെക്കുമ്പോൾ ഇത്ര ഭാഗം ഇതാണ് ഇതിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം അതൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഡ്സ്. അപ്പോൾ ഒരു കുറച്ച് നമുക്ക് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത്രയും ഭാഗം നമ്മളിങ്ങനെ വൈറ്റും പിന്നെ സ്പേസറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്രയൊരു ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ല രസമുണ്ട്. എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാമേ എങ്ങനെ ഉണ്ടെന്ന്. കണ്ട, സൂപ്പർ അല്ലേ, എനിക്കിഷ്ടപ്പെട്ടെ. ഇതുപോലത്തെ ബീഡ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഇത്രത്തോളം നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ, അതുപോലെ തന്നെ വലിയ റിസ്ക് ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചിലരൊക്കെ പറയും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് അതൊന്നും പറ്റുന്ന കാര്യമേ അല്ല.
എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെന്നൊക്കെ എന്നോട് 2-3 പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ, ചിലർക്കൊക്കെ ഇത് ചെയ്യാനൊരു മനസ്സില്ലാത്തവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഇതുപോലത്തെയൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കാണ് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ. ഞാൻ നേരത്തെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ തീരെ പൊടിക്കുഞ്ഞായിരുന്നു എപ്പോഴും മൂത്താണ്. ഇങ്ങനെ ഈ കളറ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കി പിന്നെ കുപ്പിയിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതുവായിരുന്നേ. നല്ല രസമായിരുന്നു. ആ സമയത്ത് എൻ്റെ പരിപാടി അതായിരുന്നു. പിന്നീട് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യാനായിട്ട് എല്ലാം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന. അപ്പോൾ നമുക്ക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു ബീഡ്സ് ഇപ്പം ഇത്രയും മതി, സ്റ്റാർ ബീഡ്സ് ഇത്ര ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ആ ഒരു കുഞ്ഞു ബീഡ്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തു കണ്ടോ. ഇനി നമുക്ക് സ്പേസ് കൊടുക്കുന്നു. ഇതെന്തായാലും നല്ല കേട്ടോ, ഇതൊരു നല്ല ഭംഗിയാണ്. വെച്ചാൽ ഈ ഒരു ബീഡ്സിൻ്റെ ഒക്കെ നടത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളൊരു ബീഡ്സ് തന്നെ ഇങ്ങനെ കൊടുത്തു, ഞാൻ ഇപ്പൊ കാണിക്കാതെ. ഇങ്ങനെ ബീഡ്സ് തന്നെ കോർക്കുമ്പോൾ ഒരു രസമില്ല അല്ലേ? മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബീഡ്സ് തന്നെ കോർത്തിടുമ്പോൾ വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിങ്ങനെ കോർത്തെടുത്തപ്പോൾ കണ്ടോ എന്ത് രസമാണ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്ര ഇട്ടിട്ട് ഞാൻ വരാം. മനസ്സിലായല്ലോ ഇത് എങ്ങനെ കോർക്കുന്നതെന്നും ഉള്ളതൊക്കെ മനസ്സിലായപ്പോൾ നമ്മൾ ബാക്കി ഇത്രയും ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് വരാമേ. അപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അടിപൊളി ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. സൂപ്പറല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ബീഡ്സ് എല്ലാം നമുക്ക് വൈറ്റ് ഇല്ലാതെ വേറെ കളറൊക്കെ ഇടാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് അതിനനുസരിച്ചുള്ള കളറൊക്കെ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവർക്ക്. അപ്പം നമുക്കിനി അത് ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടും കൂടെ ചെയ്ത് നോക്കാം. അപ്പം ഒരു കോംബോ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിങ്ങനെ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടോ. കണ്ടോ, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിട്ടാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഒരു കോംബോ ആയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പും മേക്ക് ചെയ്ത് നമുക്കൊരു ഹെയർ ബാൻഡ് വയർബോ ബീഡ്സ് വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തു. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.